അതിനിടയ്ക്ക് കിട്ടിയ അവസരങ്ങൾ രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് പാടാനൊരവസരം ഉണ്ടായി. അപ്പം ഞാൻ തമിഴും തെലുങ്കും ബിസിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ രവീന്ദ്രൻ മാഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു വല്ലാത്ത പേടിയാണ്. കാരണം മാഷിൻ്റെ അത്രയും ഒരു വലിയൊരു ടഫ് സോങ് പാടിയിട്ടാണ് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് നേരെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് പാടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അങ്ങനെ മാഷിൻ്റെ റെക്കോർഡിങ്ങിന് എന്നെ വിളിച്ചു. കിഴക്കുണരും പക്ഷി എന്ന പടത്തിന് വേണ്ടിയാണ്, വേണുനാഗവള്ളി സാറിൻ്റെ പടം. അപ്പം എനിക്ക് ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു അന്ന് മാഷിൻ്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായി, മാഷിൻ്റെ പാട്ട് പാടണമെന്നുള്ള പേടിയും കോൾഡുള്ള പേടിയും എല്ലാം കൂടി ആയപ്പോൾ പനിയായി, ബഹളമായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. പക്ഷേ പാട്ട് പഠിച്ചു. ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, വിത്ത് ഓർക്കസ്ട്രയാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഞാൻ ഭയങ്കര മോശമായിട്ടാണ് പാട്ട് പാടിയത്. സൗപർണികാമൃതവീജികൾ പാടും. അങ്ങനെ എനിക്ക് പാടാനൊട്ടും ഒരു സുഖമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഒട്ടും നന്നായിട്ട് പാടിയില്ല പാട്ട്. മാഷിനൊട്ടും ഇഷ്ടമായില്ല ഞാൻ പാട്ട് പാടിയത്. അതെനിക്ക് മനസ്സിലായില്ല. പക്ഷെ മാഷ് ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് എന്നെ പറഞ്ഞു വിട്ടത്. എങ്കിലും മാഷിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നല്ലൊരു പാട്ട് എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ല എന്ന് എനിക്കും സങ്കടമായിരുന്നു, അപ്പച്ചനും സങ്കടമായിരുന്നു. ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അനുഭവം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻചാർജ് പിന്നെയും വിളിച്ചിട്ട് ചോദിച്ചു, മിനിമോളുടെ കോൾഡൊക്കെ മാറിയോ, പനി മാറിയോ? മാറി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഒന്നുകൂടി വന്ന് കിഴക്കുണരും പക്ഷി സൗപർണികാമൃതം എന്നുള്ള പാട്ട് ഒന്നുകൂടി വന്ന് പാടണം എന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമത് പാടാൻ ചെന്ന ദിവസം മാഷ് ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് എന്നെ കോമഡിയൊക്കെ പറഞ്ഞ് കുറേ ചിരിപ്പിച്ച് അതിന് ശേഷമാണ് പാട്ട് റെക്കോർഡ് ചെയ്തത്. ഞാൻ കൂളായിട്ട് പാടി ആ പാട്ട്. ഞാൻ എങ്ങനെയാണ് ആ പാട്ട് പാടി തീർത്തതെന്ന് എനിക്കറിയില്ല. അത്രയും സുഖമായിട്ട് എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതാണ്. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃതം ഞാൻ പാടിയ രണ്ടാമത് പാടാനുണ്ടായ കാരണം ഞാൻ അറിഞ്ഞത് രവീന്ദ്രൻ മാഷ് മരിച്ചു പോയതിന് ശേഷം മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ടി വിയിൽ ഞാൻ കണ്ടു. ആ ഇൻ്റർവ്യൂ ഞാൻ അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലായിരിക്കുമ്പോഴാണ് ഞാൻ ഇൻ്റർവ്യൂ കാണുന്നത്. മാഷ് മരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം മാഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിഴക്കുണരും പക്ഷി എന്നെ കൊണ്ട് പാടിപ്പിച്ച സംഭവം മാഷ് പറയണത് ഇൻ്റർവ്യൂയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. അന്ന് ആദ്യത്തെ ദിവസം ഞാൻ മാഷിനെ കണ്ടു, പേടിച്ചു, എനിക്ക് പാടാൻ പറ്റിയില്ല. ആ പാട്ട് ദാസേട്ടനും പാടണം. അപ്പോൾ ദാസേട്ടൻ ഞാൻ പാടിയതിട്ട് കേട്ടു. അപ്പോൾ ഇത് ആരാ പാടിയെന്ന് ചോദിച്ചപ്പോൾ ഇത് മിനി. ദാസേട്ടൻ പറഞ്ഞില്ലേ മിനി നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് കോളാക്കി പാടി വെച്ചേക്കണമെന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ ദാസേട്ടൻ രവീന്ദ്രൻ മാഷിനോട് പറഞ്ഞു, ഇത് മിനി സുഖമില്ലാതെ പാടിയിട്ടുള്ളതാണ്, ഇങ്ങനെയല്ല മിനി പാടുന്നത്, നീ ഒന്നുകൂടി വിളിച്ച് പാടിച്ചു നോക്ക് എന്ന് ദാസേട്ടൻ പറഞ്ഞു. അങ്ങനെയാണ് ദാസേട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് രവീന്ദ്രൻ മാഷ് എന്നെ രണ്ടാമത് വിളിച്ച് സൗപർണികാമൃതം പാടിപ്പിച്ചത്. അപ്പോൾ മാഷിന് മനസ്സിലായി ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ്, എനിക്ക് വയ്യാത്തത് കൊണ്ടാണെന്നുള്ളത്. അങ്ങനെയാണ് എന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചതും വളരെ സ്മൂത്തായിട്ട് എനിക്ക് പാടിപ്പോരാൻ പറ്റിയതും. ഭയങ്കര ജോളിയായിട്ടായിരുന്നു അന്ന് മാഷിനെ ഞാൻ കണ്ടത്.
എനിക്ക് സത്യം പറഞ്ഞാൽ മാഷ് ഇത് ഇൻ്റർവ്യൂവിൽ മാഷിൻ്റെ മരണശേഷം ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കണു എന്നുള്ള ഒരവസ്ഥ. ഞാൻ അപ്പോഴാണല്ലോ ആ കാര്യം അറിഞ്ഞത് എന്നുള്ളത്. മാഷിനെ കണ്ട് എനിക്കൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക്. അതെങ്ങനെ എനിക്ക് പറയണമെന്നറിയില്ല. ഭയങ്കര ഒരു ഇൻസിഡൻറ്റ്, ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റാണത്. കാരണം ഒരു പാട്ട് എന്നുള്ളത്, ഒരു പാട്ട് ജനിക്കുന്നത് ഒരു കുഞ്ഞുവാവ ജനിക്കണ പോലെയാണെന്ന് എൻ്റെ അപ്പച്ചൻ പറയും. ഒരു പാട്ട് എഴുതി അതിന് ട്യൂൺ കൊടുക്കുക, ഒരു കുഞ്ഞ് ജനിച്ച് അത് എല്ലാ അംഗങ്ങളോടും കൂടി ഒരു അംഗവൈകല്യം ഇല്ലാത്തൊരു കുഞ്ഞായിട്ട് ജനിച്ചു വരുന്നത് കാണുന്നത് പോലെയാണ് സുഖമുള്ളൊരു പാട്ട്. അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്ന് ഒരു പാട്ടുകാരിയുടെ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ്റെയോ ശബ്ദത്തിലൂടെ പുറത്ത് കേൾക്കുന്നത്. അപ്പം ഞാനന്ന് അത്രയും മോശമായിട്ട് പാടിയ ഒരു പാട്ട് എന്നെ കൊണ്ട് നന്നായിട്ട് പാടിപ്പിക്കാൻ വേണ്ടി മാഷ് എത്രമാത്രം പെയിൻ എടുത്ത് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ശരിക്കും ഞാൻ അവിടെ ഇരുന്ന് നമസ്കരിച്ചു മാഷിനെ. കലവൂർ ബാലൻ സാറിൻ്റെ തുളസി എന്നുള്ള ലളിതഗാനം ദൂരദർശന് വേണ്ടി റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് എനിക്ക് ശരിക്കും വോയിസിന് പ്രോബ്ലം തുടങ്ങിയ സമയമായിരുന്നു. എങ്കിലും ഞാൻ ഒരുപാട് എൻ്റെ മാക്സിമം സ്ട്രെയിൻ ചെയ്ത് തന്നെയാണ് പാട്ടുകൾ അന്ന് പാടിയിട്ടുള്ളത്. ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ. കാരണം മാഷിൻ്റെ പാട്ടുകൾ, ബാലൻ മാഷിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രത്യേക വാത്സല്യം കൂടിയുണ്ട് എനിക്ക്. കാരണം എന്നെ സ്വന്തം മകളെ പോലെ കരുതുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു ബാലൻ മാഷ്. മാഷിൻ്റെ പാട്ടുകൾ പാടിയതിലൂടെ എനിക്ക് ഒത്തിരി എൻ്റെ തൊണ്ടയ്ക്ക് സാധകം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഗുണം ചെയ്ത വർക്കുകളായിരുന്നു മാഷിൻ്റെ. കൃഷ്ണ തുളസി നിന്റെ നീലാഞ്ജനവർണ്ണത്തിൽ നീലാംബരം കണ്ടു, നീലക്കടൽ കണ്ടു, പീലിമുടി ചൂടും കണ്ണനെ കണ്ടു. ഗംഗാമരൻ സാറിൻ്റെ ഓർക്കസ്ട്രയിൽ ലണ്ടനിൽ ഒരു 8 ഷോസ് ഉണ്ടായിരുന്നു. അതും വിത്ത് സ്റ്റാർ നൈറ്റ് ആയിരുന്നു. അങ്ങനെ ഗൗതമി, മനോരമ അച്ചി, ചിന്നി ജയന്ത്, അങ്ങനെ ഒത്തിരി ഫിലിം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഒരു പ്രോഗ്രാമിന് അവിടെ ചെന്ന അന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ഷോ. മാഞ്ചസ്റ്ററിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോ പാടിക്കൊണ്ടിരിക്കുമ്പം തന്നെ 2 3 പാട്ടായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പാടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് തോന്നി. പിന്നുള്ളതൊക്കെ ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്താൽ പാടിക്കുന്നു. പിന്നെ ഞാൻ സ്റ്റേജിൻ്റെ പിന്നിൽ അങ്ങനെ കുഴഞ്ഞു വീഴുമായിരുന്നു. അങ്ങനെ എല്ലാവരും അപ്പം തന്നെ ആംബുലൻസ് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്, ഒരാൾ പറഞ്ഞു വോയിസ് സ്ട്രെയിൻ കൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഒരാൾ പറഞ്ഞു ഫ്ലൈറ്റിലാകെ വന്നിട്ടുള്ള ആ ഒരു ലാഗാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ പറഞ്ഞു ഫുഡ് പോയ്സണാന്ന് പറഞ്ഞു. എന്ത് കഴിച്ചാലും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വൊമിറ്റ് ചെയ്ത് ഒരു തുള്ളി വെള്ളം പോലും ശരീരത്തിൽ ഇല്ലാത്ത പോലെ അങ്ങനെ വൊമിറ്റ് ചെയ്തു. അതായിരുന്നു ആദ്യത്തെ ഒരു കണ്ടീഷൻ. ഒരു 3-4 ദിവസത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. അവിടെ ഒരു 6 ഷോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സുഖമുണ്ടെങ്കിൽ പാടും എന്നുള്ളൊരു അവസ്ഥയിൽ, വേറെയും സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട്
ആ പ്രോഗ്രാമിനെ അത് വലിയ രീതിയിൽ ബാധിച്ചില്ല. നല്ല ഒത്തിരി കോപ്പറേറ്റീവ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന സിംഗേഴ്സൊക്കെ. അപ്പം അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചാണ് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ എനിക്ക് ശബ്ദമില്ല. അങ്ങനെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ അത് ഓവർ സ്ട്രെയിൻ തന്നെയാണെന്നുള്ള നിഗമനത്തിലായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ. പക്ഷെ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്തു. പക്ഷെ വോയിസ് വരുന്നില്ല. പിന്നെയും ട്രീറ്റ്മെൻറ്റ്. അപ്പം ഞാൻ സാധാരണ ഒരു തൊണ്ടയടപ്പ് വരുന്ന പോലെയുള്ളൊരു ഫീലിംഗ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ ഒരു വലിയ പരമ്പരയായിട്ട് തീരും എന്നൊന്നും അന്നറിയില്ലായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അപ്പോൾ സ്കാനിങ് ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു. ചെയ്യുമ്പോഴൊന്നും റിസൾട്ടെല്ലാം നോർമലാണ്. പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും തൊണ്ടയിൽ കാണുന്നില്ല. പിന്നെ ശബ്ദം വരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അത് ഇന്നും എനിക്കറിയില്ല. അതൊരു മിറക്കിൾ പോലെ ആണ് ഇപ്പോഴും തോന്നുന്നത്. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഫാമിലിയാണ് മനോ അണ്ണൻ്റെ ഫാമിലി, സിംഗർ മനോയുടെ ഫാമിലി. കാരണം എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് എൻ്റെ മൂന്നാമത്തെ സിസ്റ്ററുടെ മാരേജ്. അപ്പം അപ്പച്ചനും അമ്മച്ചിയും നാട്ടിൽ നിൽക്കണം, എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലാണ്. അപ്പം എന്നെ നോക്കാൻ ആരുമില്ല സത്യത്തിൽ. എനിക്ക് ബ്രദേഴ്സില്ല. അപ്പോൾ കൂടെ വന്ന് നിന്ന് എന്നെ നോക്കാനോ ശുശ്രൂഷിക്കാനോ ആരുമില്ല. ആ സമയത്ത് മനോ അണ്ണനും വൈഫും കൂടി എൻ്റെ വീട്ടിൽ വരികയും എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മിനി ഇവിടെ നിന്നോട്ടെ, ഇവിടെ നിന്ന് അവളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന പോലെ എന്നെ, ഒത്തിരി പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല എങ്കിലും എനിക്ക് അവരെ എൻ്റെ അപ്പനും അമ്മയും പോലെയാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നതും. അവരുടെ മകളെ പോലെയാണ് അവരെന്നെ സ്നേഹിക്കുന്നതും. ആ ഒരു ഫാമിലി എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പാടി പീക്കിലിരിക്കുന്ന സമയത്താണ് എൻ്റെ മാരേജ് ഫിക്സേഷൻ നടന്നത്. 95 ഡിസംബർ 27 എൻ്റെ മാരേജ്. പക്ഷേ അതിനിടയ്ക്ക് 94 എൻ്റെ വോയിസ് പോയ സമയത്ത് സത്യത്തിൽ വേറൊരു ഫാമിലി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവ് പറഞ്ഞു മാറാമായിരുന്നു. കാരണം എൻ്റെ ശബ്ദം 2 മാസം 3 മാസം 4 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ കല്യാണം നടത്തണ്ടയോ അങ്ങനെയുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ ഈ കല്യാണം മാറിപ്പോകാമായിരുന്നു. പക്ഷേ ഇത്രയും പരിചയവും ഇത്രയും കെയറും എനിക്ക് തന്നിരുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷവും എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എൻ്റെ അപ്പച്ചൻ ചെയ്തിരുന്ന പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അത് കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങി. ചേട്ടനും ഒരു മ്യൂസീഷ്യനാണ് എങ്കിൽ തന്നെയും ചേട്ടൻ്റെ ആ ഫീൽഡ് വരെ മാറ്റി വെച്ചിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒത്തിരി വർഷങ്ങൾ എൻ്റെ പിന്നാലെ ആയിരുന്നു. അങ്ങനെ കുറേ നാൾ മ്യൂസിക് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ചേട്ടനും ചെന്നൈയിൽ മാരേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ചെന്നൈയിൽ വന്നതിന് ശേഷം രവീന്ദ്ര മാഷിൻ്റെ കൂടെ ശരത്തിൻ്റെ കൂടെയൊക്കെ ഒത്തിരി പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമയവും എൻ്റെ ശബ്ദം ശരിയാക്കണം എന്നുള്ളൊരു ശ്രദ്ധയോടെ നടന്നതുകൊണ്ട് കൂടുതൽ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് മോനുണ്ടായി. 2 വർഷം കഴിഞ്ഞാണ് മോനുണ്ടായത്. മോനെ 5 മാസം കൺസീവായിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പച്ചൻ മരിച്ചതിന് ശേഷം ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ 2 കണ്ണും ഇല്ലാത്ത പോലെയായിരുന്നു. ഞാൻ പാടുമ്പോഴൊക്കെ സ്റ്റുഡിയോയ്ക്ക് പുറത്തിരുന്ന് അപ്പച്ചൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ പാടിത്തീരുന്നത് വരെ അപ്പച്ചൻ പ്രാർത്ഥനയിലായിരിക്കും. അത്രയും കെയറും എന്നെ അത്ര സൂക്ഷിച്ച ഒരപ്പച്ചനായിരുന്നു അത്. 7-8 വർഷത്തോളം എടുത്തു എൻ്റെ വോയിസ് ശരിയാകാൻ വേണ്ടി.
പാടുമ്പം ഒക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു പാടാൻ. സ്ക്രാച്ചുള്ള വോയിസ് വരും, അപ്പോൾ പാടാൻ മടിയാവും. പിന്നെ എനിക്ക് എൻ്റെ പാട്ടുകൾ കേൾക്കാൻ തന്നെ ഞാൻ പണ്ട് പാടി വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര മടിയും പേടിയായിരുന്നു. കാരണം ആ ഒരു റേഞ്ചിലേക്ക് എനിക്ക് ഇനി പാടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പുറത്തു നിന്നൊരാൾ നോക്കിയാൽ ഗായിക എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നഷ്ടം ആണ് എന്ന് പറയാം. പക്ഷെ എനിക്ക് ഉണ്ടായതെല്ലാം എൻ്റെ കുടുംബം, നല്ല ഹസ്ബൻഡ്, നല്ലൊരു കുടുംബ അന്തരീക്ഷം, നല്ല 2 മക്കൾ, എന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഇനിയും പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? അത് തന്നെയാണ് എൻ്റെ ബോണസ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. 2009 അപ്പച്ചൻ മരിച്ചു. അതിനുശേഷം അപ്പച്ചൻ്റെ ബ്ലെസ്സിങ് ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അപ്പച്ചൻ മരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്കൂള് തുടങ്ങാനുള്ള ഒരു സ്ഥലം കിട്ടി. ജോയ്സ് അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെ ഓട്ടിസം ഉള്ള കുട്ടികൾ വരുന്നുണ്ട്, മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്, ബ്ലൈൻഡ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മ്യൂസിക് സ്കൂൾ തുടങ്ങിയതോടുകൂടി ഞങ്ങൾക്ക് കൂടുതൽ മ്യൂസിക്കിൽ ഇൻവോൾവ് ആകാൻ പറ്റി. ഞാൻ ഫുൾ ടൈം അവിടെ ഇല്ല എങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹാർഡ് വർക്കാണ് ആ സ്കൂളിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ചേട്ടൻ എപ്പോഴും സത്യം പറഞ്ഞാൽ ഇത് മ്യൂസിക് സ്കൂൾ ഒരു സൈഡായിട്ടാണ് തുടങ്ങിയെങ്കിലും ഇപ്പം മ്യൂസിക് സ്കൂളാണ് ഞങ്ങൾക്ക് മെയിൻ. AR റഹ്മാൻ എന്ന ഒരു വ്യക്തി എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു സ്വന്തം സഹോദരൻ എന്നുള്ളൊരു അഫെക്ഷനാണ് എനിക്കും. അത് സാറിനും അങ്ങനെ തന്നെയാണ്. സാറിൻ്റെ ചിന്ന ചിന്നാസെ പാടിയതിന് ശേഷം ഞാൻ ഒത്തിരി പാട്ടുകൾ സാറിന് വേണ്ടി പാടി. സാറിൻ്റെ പുതിയ മുഖം എന്നുള്ള സിനിമ, ജെന്റിൽമാൻ, പകാതെ പകാതെ പഞ്ചംഗത ബകാതെ തള്ളാതെ തള്ളാതെ ധാവണിയ തള്ളാതെ കിള്ളാതെ കിള്ളാതെ കിളി മനസ്സ കിള്ളാതെ കൊല്ലാതെ കൊല്ലാതെ ടീനേജ കൊല്ലാതെ வாழ்க்கை வாழத்தானே, കാതലൻ, വണ്ടിച്ചോല ചിന്നരാസ്, കറുത്തമ്മ, കന്നത്തിൽ മുത്തമിട്ടാൽ, അങ്ങനെ ഒത്തിരി പടങ്ങളിൽ പാടി. അതിൽ കറുത്തമ്മ എന്നുള്ള പടം ഭാരതിരാജ സാറിൻ്റെ പടമാണ്. അന്ന് എന്നെ സാറ് പാടാൻ വിളിക്കുമ്പോൾ എനിക്ക് ശബ്ദമില്ല. അപ്പം ഞാൻ അന്ന് സാറ് തന്നെയാണ് സാധാരണ ഫോൺ ചെയ്യാറ്. അപ്പോൾ ഇനി ഒരു പാട്ടുണ്ട് പാടാൻ വരണം എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വോയിസ് ശരിയല്ല, എനിക്ക് പറ്റില്ല പാടാൻ എന്ന് പറഞ്ഞപ്പോൾ നീ ഹലോ എന്ന് പറഞ്ഞ വോയിസ് മതി പാടാൻ, നീ പോരേന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റുഡിയോയ്ക്ക് റെൻ്റൊന്നും കൊടുക്കണ്ട, നീ വാ പാടാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അങ്ങനെയാണ് പച്ചക്കിളി പാടും ഒരു പഞ്ചുമത്ത പുല്ലപ്പാറ് മഞ്ചളാറ് പായും അന്ത ഊര്, അങ്ങനെ ഒരു പാട്ട്. ആ പാട്ട് സത്യത്തിൽ ഞാൻ പാടിയിട്ടേ ഇല്ല. അത് ഓരോ വാക്കുകൾ എനിക്ക് ആ ട്യൂണിൽ പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്ത് അത് റഹ്മാൻ സാറിൻ്റെ കഴിവ് കൊണ്ടാണ് അതൊരു പാട്ടായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. അത്രയും എന്നോട് ഒരു എന്താ പറയുക റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് റഹ്മാൻ സാർ. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ഇവിടെ വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ഒത്തിരി കഴിഞ്ഞിട്ടാണ് കേട്ടോ. പബ്ലിസിറ്റിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അപ്പം
ഒരു ദിവസം സാറിൻ്റെ ഓഫീസ് ബീറ്റോസ് അവരുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ലേഡി മലയാളി ലേഡി വിളിച്ചു. പറഞ്ഞു സാറിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ കൊച്ചിനിൽ നടക്കുന്നുണ്ട്, മാഡം പാടാൻ വരണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോയെന്ന് തന്നെ ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇത്രയും വലിയ ഓസ്കാർ അവാർഡ് ജേതാവാണ്. എത്രയോ ഞാൻ ആദ്യത്തെ ഒരു പാട്ട് പാടി എന്നുള്ളതല്ലാതെ എനിക്ക് ശേഷം എത്രയോ വലിയ വലിയ ഗായകർ വന്ന് പാടിപ്പോയി എങ്കിലും എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെ. കാരണം ഞാനിപ്പോൾ ഫീൽഡിൽ നിന്ന് വിട്ടിങ്ങനെ നിൽക്കുകയാണ്. പാട്ടെൻ്റെ കൂടെ ഉണ്ട് എങ്കിലും ഞാൻ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണിപ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് എന്നെ ഓർത്ത് വിളിക്കാനുണ്ടായ ഒരു മനസ്സ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് എല്ലാവർക്കും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സർപ്രൈസായിരുന്നു. അതിനുശേഷം റിഹേഴ്സലിന് കണ്ടു. അപ്പം റിഹേഴ്സലിന് കണ്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. സാറിൻ്റെ 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അവർ എന്നോട് വാതോരാതെ സംസാരിക്കായിരുന്നു രണ്ടുപേരും. റിഹേഴ്സലിൻ്റെ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഗ്രീൻ റൂമിൽ വന്നിട്ട് എൻ്റെ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് ഒത്തിരി ആകാംക്ഷയായിരുന്നു. നീ എവിടെ, നീ ചെന്നൈക്ക് വാ, നീ ഇവിടെ നിൽക്കണ്ട, ചെന്നൈക്ക് വാ എന്ന് കുറേ ഇങ്ങനെ വിളിച്ചു. അതിനുശേഷം ഷോ നടന്നു. ഞാൻ പാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാടി തീർന്നപ്പോൾ സാറ് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഫസ്റ്റ് സിംഗർ ഫസ്റ്റ് സോങ് എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. Thank you so much, Nirmali. The first song, first singer. സാറത് ആ സമയത്ത് എന്നോട് പറയും, ഓഡിയൻസിനോട് പറയുന്ന ഒരു സെക്കൻഡ് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായിപ്പോയി. ഇതെന്താണ് സംഭവം ഒന്നും മനസ്സിലാകാത്തൊരു അവസ്ഥയായിരുന്നു അത്. അതൊരു സിംഗറെ സംബന്ധിച്ച്, എന്നെപ്പോലൊരു സിംഗറെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലിലുള്ളൊരു കാര്യമാണ്. പാടുന്നതിന് മുൻപ് തന്നെ ആൾക്കാർ ഞാൻ എൻട്രി ചെയ്തപ്പോൾ തന്നെ എല്ലാവരും അങ്ങനെ ശബ്ദം എടുത്തു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞത്. സത്യം പറഞ്ഞാൽ എന്നെ ആരും അങ്ങനെ ഇപ്പം എത്ര അവാർഡ് ഫങ്ഷൻസ് നടക്കുന്ന ഒന്നിനും എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യാറില്ല, എന്നെ ആരും ഓർക്കാറില്ല പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് സാർ എന്നെ വിളിക്കുകയും ജനങ്ങൾ എന്നെ കണ്ട സമയത്ത് സാറിൻ്റെ ഏലയിലോ കഴിഞ്ഞ് ഞാൻ എൻട്രി ചെയ്തപ്പം ആൾക്കാരുടെ ആ റെസ്പോൺസ് കണ്ടപ്പോഴാണ് എന്നെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ. രണ്ടുപേർക്കും മ്യൂസിക് തന്നെയാണ് ഇഷ്ടം. മോൻ +2 കഴിഞ്ഞിട്ട് അവന് ഡിഗ്രിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഡാഡിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു, നല്ല മാർക്കും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, മമ്മി ഞാൻ ഡിഗ്രിക്ക് പോയാലും ഞാൻ മ്യൂസിക്കിൽ തന്നെ വരും, എന്നോട് നോ പറയരുത്, അങ്ങനെ പറഞ്ഞവൻ. അപ്പോൾ അവന് മ്യൂസിക് അത്രയും ഇഷ്ടമാണ്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി നമ്മുടെ സ്കൂളിൻ്റെ പാൻട്രിയിൽ പോയിരുന്നിട്ട് ഗിറ്റാർ വെച്ചിട്ട് തന്നെ കോഡ്സൊക്കെ വായിച്ച് പഠിച്ച്, ഗിറ്റാർ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്.
അങ്ങനെ തന്നെയാണ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഡാഡി പിയാനോ പഠിപ്പിക്കുമായിരുന്നു. പിയാനോ ഗ്രേഡൊക്കെ പാസ്സായിട്ടുണ്ട്. അവന് കീബോർഡും ഗിറ്റാറും പാട്ടുമാണ് അവൻ്റെ ലൈഫ്. അതാണ്. ചെന്നൈയിൽ മനോണ്ണൻ്റെ മകളുടെ മാരേജിനും എൻ്റെ മോള് പാടിയായിരുന്നു. അപ്പോൾ അത് റഹ്മാൻ സാർ കേട്ടു. അപ്പോൾ അവൾ പാടുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതിന് ശേഷമാണ് കൊച്ചിനിലെ ഷോ നടന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ സാറ് ചോദിച്ചത് ഡോക്ടർ വന്നിട്ടില്ലേ എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവളെ അടുത്ത് വിളിച്ച് അവളുടെ വോയിസ് ചെവിയിൽ പാടാൻ പറഞ്ഞ് അങ്ങനെ പാടിപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഷോ കഴിഞ്ഞ് തിരിച്ചു വരണ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് അയക്കാം, മോളെയും കൊണ്ടുവരണം, അവളുടെ വോയിസ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കീർത്തനയുടെ വോയിസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതും ഒരു സന്തോഷം. അങ്ങനെ ഓരോ ദിവസവും ഒരു കൊച്ചു 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 സന്തോഷങ്ങളോ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ തിരിച്ചും പാടണമെന്ന് ഒരു ഊർജം എനിക്ക് തന്നത് ഒന്ന് ജാനകിയമ്മ. ജാനകിയമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, എൻ്റെ വിശേഷങ്ങൾ അറിയാറുണ്ട്. ഞാൻ പാടിയത് പോരാ, ഇനിയും പാടണമെന്ന് എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഒന്നാമത് ജാനകിയമ്മ, രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ്. എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം എൻ്റെ ശബ്ദം പോയതോടുകൂടി സഫർ ചെയ്ത ഒരു മനുഷ്യനാണ്. മെജോയുടെ എൻട്രി എന്നുള്ള പടത്തിലാണ് ഞാൻ എൻട്രി ആയത്. അത് നിൻ മൗനവും എൻ മൗനവും ലാലാ ചൊല്ലിലയോ, അങ്ങനെ ഒരു പാട്ട്. ഒത്തിരി നാളുകൾക്ക് ശേഷം ദീപക് ദേവിൻ്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന പടത്തിൽ ജയനങ്ങളുടെ കൂടെ പാടിയ ഒരു പാട്ടാണ്. നിലാക്കുടമേ നിലാക്കുടമേ നിശീധിനിയായി മിന്നോരംബാ നിലാക്കുടമേ. ബിജിപാലിൻ്റെ മ്യൂസിക്കിൽ ദിലീപിൻ്റെ 24x7 എന്ന സിനിമയിൽ വെയിലാറും ഓർമ്മതൻ വയൽ വരമ്പിൽ എൻ്റെ പദമുദ്ര കണ്ടുവോ പനിനീർക്കാറ്റേ, മഴ വന്നു വിരൽ തൊട്ട നാളിലെ പോൽ അതിൽ പുതുപൂക്കൾ വിരിഞ്ഞുവോ പുലരി കാറ്റേ. സത്യം പറഞ്ഞാൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ പഴയ ഓർമ്മകളിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റി. നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. This is 24.